വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുവാണ്. പെട്ടെന്ന് ചെയ്യണം, സമയം ഒട്ടുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊഞ്ച് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഒരു 1/2 കിലോ കൊഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് മാരിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതൊരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇതൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇതൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇന്നത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കൊണ്ട് വെക്കാനായിട്ട് പോകുന്നത്. കാരണം പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് കിട്ടും, സമയം ഒട്ടുമില്ല. അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവെക്കാം. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും സവോളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നട്ട്സിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാനായിട്ട് പോകുവാണ്. ഇനി അടുത്തത് നമുക്കിതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഒരു വലിയ സവോളയാണ്. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ സവോള മാറ്റാം. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ഇവിടെ നന്നായിട്ട് നിറം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് ഈ സവോള മാറ്റാനായിട്ട് പോകുവാണ്. അപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ സവോള ഇത്രയും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ ഞാനിപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും. കാരണം കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പം കുറച്ചുകൂടെ എണ്ണ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ച് ഓരോ പീസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കൊഞ്ച് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെനിക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേത് ഞാൻ മാറ്റി വെച്ചിരിക്കുവാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മറ്റേതും കൂടി ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത് ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ ഒരു സൈഡ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ എണ്ണയിൽ നിന്ന് കൊഞ്ച് മാറ്റാനായിട്ട് പോകുവാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് കൊഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളൊരു ഇപ്പോൾ കടായിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. സവാള ഒത്തിരി അങ്ങ് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതായത് ഓവറായിട്ട് ഞാൻ വഴറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തക്കാളി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി. അതായത് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തത്. പക്ഷേ അത് റെക്കോർഡ് ആയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ മസാല വഴറ്റിയതിന് ശേഷം, അതായത് മസാല നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് തൈരും ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊഞ്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തത് റൈസ് വേവിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു വോക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇനി ഇതിൽ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇതിലോട്ട് ഇനി ഒരു 6 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 6 കരയാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമുണ്ട്, ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കറക്റ്റ് ഒരു 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ്. ഇതിപ്പോൾ ഈ നെയ്യിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കുതിർന്നിരിക്കുന്ന അരിയാണല്ലോ, ഇതിനെ നല്ലതുപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഈ നെയ്ക്കകത്തിട്ട്, അതായത് വറുത്തെടുക്കണം നല്ലതുപോലെ. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 4 കപ്പ് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിക്കാം. കറക്റ്റ് ഈ വെള്ളം വറ്റി തരുമ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, കുറച്ച് ചോറ് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ബാക്കി ചോറ് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റും. സോറി കേട്ടോ, വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചോറ് ഇതിൽ തന്നെ ഇട്ടിട്ട് ബാക്കി ചോറ് മാറ്റുമെന്ന്. അങ്ങനെ ആ കുറച്ച് ചോറ് ഇട്ടിട്ട് അതിന് പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും പിന്നെ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കൊഞ്ചിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്ന കൊഞ്ചിൻ്റെ മസാല ഇപ്പോൾ ഈ ചോറിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റത്തെ ലെയറായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ബാക്കിയിരിക്കുന്ന നട്ട്സും കിസ്മിസും സവോളയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പോകുവാണ്. ഞാനിത് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഒരു 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളുടെ ബിരിയാണി റെഡിയാകും. അപ്പോൾ കറക്റ്റ് ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പികളിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക.
അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു ഡിഷുമായിട്ട് കാണുന്നത് വരേക്കും till then it's signing off, Jincy. Thank you.